ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എൻ്റെ മുഖം സ്വീകരിച്ചുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്നരുളി ചെയ്ത യേശുക്രിസ്തു നിങ്ങളുടെ ഭാരങ്ങളെ മാറ്റും. ആശ്വാസമില്ലാത്ത നിങ്ങളുടെ ആത്മാവിന് ആശ്വാസം നൽകും. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ നിറഞ്ഞ ഈ സമാധാനമില്ലാത്ത ജീവിതത്തിൽ നിന്നും, നിരാശ നിറഞ്ഞ ആത്മഹത്യാ ചിന്തയിൽ നിന്നും രക്ഷപ്രാപിച്ച് നിത്യജീവന് അവകാശിയാകുന്നതിന് യേശുവിനെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി ജീവിതത്തിൽ സ്വീകരിക്കുക. പാപത്തിൻ്റെ ശിക്ഷാവധിയിൽ നിന്നുള്ള രക്ഷയും നിത്യജീവനും ദാനമായി നിങ്ങൾക്ക് യേശു തരുന്നു. നിങ്ങളുടെ പണമോ നേർച്ച കാഴ്ചകളോ തീർത്ഥാടനമോ ഇതിനാവശ്യമില്ല. നിങ്ങൾ തന്നെയാണ് യേശു ക്രിസ്തുവിനെ സമർപ്പിക്കേണ്ടത്. അതിന് നിങ്ങളുടെ ഹൃദയം യേശുവിന് നൽകിയത്രേ വേണ്ടത്. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഒരു ദോഷവും ചെയ്യുവാൻ നിൽക്കരുത്. നിങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളുടെയും ശിക്ഷയിൽ നിന്നുള്ള മോചനം ഇപ്പോൾ തന്നെ യേശു ക്രിസ്തു നിങ്ങൾക്ക് നൽകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. യേശുവിനെ കർത്താവേ എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുക. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നു.